ഇപ്പോൾ ശാന്തിയുടെ എത്തിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. പേരൊന്ന് പറയാമോ? സുലോചന. എന്താ ശരിക്കും സംഭവിച്ചത് ഞങ്ങൾ 3 മാസത്തിന് മുമ്പ് ചേച്ചിക്ക് തീരെ വയ്യാതെ ബാക്കിൽ ഒരു പഴുപ്പൊക്കെ ഉണ്ടായിട്ട് മഞ്ഞമ്മ ഹോസ്പിറ്റലിൽ ഒരു മാസം കിടന്ന് ചികിത്സിച്ച് പൂർണ്ണമായിട്ട്. അപ്പോൾ എനിക്ക് വയ്യാത്ത ഞാനും എൻ്റെ മോളും മാത്രമേ ഉള്ളൂ, പിന്നെ നോക്കാൻ വേറെ ആരുമില്ല. അപ്പം ഞങ്ങൾ നല്ല സ്ഥലത്ത് കൊണ്ട് ആക്കിയത് 24,000 രൂപ വാടക ഇത് കൊടുത്തു. ഒരു മാസം 24,000 രൂപ കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഒരു ട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ കൊണ്ടുപോയി ആക്കിയതാണ്. ട്രസ്റ്റിൻ്റെ പേരൊന്നും RJ ട്രസ്റ്റ് എരുവരി. അതിൽ വേറെ ആ സൈഡിൻ്റെ ഇത് മോളോട് ചോദിച്ചെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് അറിയാം. RJ ചാരിറ്റബിൾ ട്രസ്റ്റ്. ചാരിറ്റബിൾ അല്ല, ട്രസ്റ്റ്. അപ്പം ഞങ്ങൾക്കറിയില്ല, ഞങ്ങളവിടെ ചെല്ലുമ്പം അങ്ങനെ കൊണ്ടേ കാണിക്കാറൊന്നുമില്ല. അപ്പം ഉറക്കത്തിലാണ്, മയക്കത്തിലാണ്, അതുകൊണ്ട് രാത്രി ഉറക്കമില്ലാത്തതുകൊണ്ട് പകലാണ് ഉറങ്ങണേന്നൊക്കെ പറയും. എന്തെങ്കിലും അപ്പോൾ ഓരോ ആവശ്യങ്ങൾ പറയുമ്പോൾ വാങ്ങിച്ചുകൊണ്ടേ കൊടുക്കണം. ഈ 24,000 രൂപ കൂടാതെ ഞങ്ങൾ ഓരോ ആവശ്യങ്ങൾ മരുന്ന്, ഡ്രസ്സ് ചെയ്യാനുള്ള പഞ്ഞി, എല്ലാ സാധനങ്ങളും ഡെറ്റുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പം പക്ഷേ ആളെ നേരിട്ട് കാണാൻ സമ്മതിച്ച പല പ്രാവശ്യം സമ്മതിക്കാറില്ല. ഒരു ദിവസം ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുൻപ് ഞാൻ പറഞ്ഞു എനിക്കൊന്ന് പോയി കാണണം എന്ന് പറഞ്ഞു ചേച്ചിന്. അപ്പം ഞാനും എൻ്റെ മോളും കൂടി ചെന്ന് കണ്ടപ്പം ഈ ചുണ്ടിൻ്റെ ഈ ഭാഗത്ത് ചോര കട്ടിയായിട്ട് വന്ന് ചോര ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ മാഡം പറഞ്ഞ് അത് തൊലി വലിച്ചു കളഞ്ഞപ്പം അത് മുറിഞ്ഞതാണെന്ന് പറഞ്ഞു, പൊട്ടിയതാണെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ ചേച്ചിയോട് രഹസ്യമായിട്ട് ചോദിക്കാനായിട്ട് സമ്മതിക്കണില്ല. ഇവരെ ഞങ്ങളുടെ അടുത്തുനിന്ന് മാറണേയില്ല. അപ്പോൾ ചേച്ചിനെ രഹസ്യമായിട്ട് എൻ്റെ മോള് ചോദിച്ചപ്പോൾ മിണ്ടല്ലേ ഇങ്ങനെ കാണിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സംശയം തോന്നി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർ ഈ നെഞ്ചിന് ഈ ചവിട്ടി ഇടിയൊക്കെ കൊണ്ടുവന്നിട്ട് ചേച്ചിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുകളാണ്. അപ്പം അവർക്ക് പേടിയായി മരിക്കും എന്നുള്ള ഒരു അവസ്ഥ. അവർ എപ്പോഴും ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഉത്തരവാദിയല്ല, നിങ്ങൾ വന്ന് ഇനി കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് എപ്പോഴും പറയുമായിരുന്നു. അപ്പം ഞങ്ങൾ ചെന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോഴും ഞങ്ങൾ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പം. ഞങ്ങൾ വന്ന വഴിക്ക് അവർ പോലീസിൽ നിന്ന്, തൃപ്പൂണിത്തുറ പോലീസിൽ നിന്ന് മോളെ വിളിച്ചിട്ടും പറഞ്ഞ് നിങ്ങളുടെ പേരിൽ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്, നിങ്ങളവിടെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ചെന്നപ്പോഴാണ് പറഞ്ഞത് ഇവരാണ് കംപ്ലയിൻറ്റ് കൊടുത്തത്. കംപ്ലയിൻറ്റ് കൊടുത്തത് എന്താണ്, ഞങ്ങൾ പൈസ കൊടുക്കണില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവരെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പക്ഷേ പൈസ കൊടുത്ത തെളിവൊക്കെ ഉണ്ട്. ഞങ്ങൾ മുൻകൂർ പൈസ കൊടുക്കുമായിരുന്നു. 3 മാസം അതുപോലെ 24,000 രൂപയും കൊടുത്ത് മറ്റു സാധനങ്ങളും വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ പോലീസ് ഈ ശാന്ത ചേച്ചിക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടായി, ഇങ്ങനെ ഉപദ്രവിച്ചു എന്ന് ആളാണോ പറഞ്ഞത്? അതെ. അപ്പം അത് ഞങ്ങൾ കൊണ്ടുവന്നതിന് ശേഷമാണ് ചേച്ചി വ്യക്തമായിട്ടെല്ലാം പറയാൻ തുടങ്ങിയത്. ചേച്ചിനെ ഭീഷണിപ്പെടുത്തിയേക്കായിരുന്നു, ഇത് പുറത്ത് പറഞ്ഞാൽ ശരിയാക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരു കാരണവശാലും ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും പറയരുതെന്ന് ആ സ്ത്രീ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നടത്തിപ്പുകാരിയാണോ? നടത്തിപ്പുകാരിയാണ്. അവർ രാധ. എങ്ങനെ ഉപദ്രവിച്ചു, എന്ത് പറഞ്ഞു? പ്രത്യേകം ഒരു കാരണമില്ല, വെറുതെ ഭക്ഷണം കഴിച്ചാൽ അടി, പഠിച്ചില്ലെങ്കിൽ അടി, മലവിസർജനങ്ങൾ പോയി കഴിഞ്ഞാൽ അതിനെ അടി, അതൊന്നും എടുത്ത് കളയൂല അത് സമയത്തൊന്നും. അങ്ങനെയുള്ള ചേച്ചി കിടപ്പ് രോഗിയാണ്. കിടപ്പ് രോഗിയാണ്. ചേച്ചിക്ക് ഇവിടെ നല്ല ബോധവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേച്ചിക്ക് യാതൊരു കാരണവശാലും നെഞ്ചിലോ ഒരു കുഴപ്പമില്ലാത്ത ഒരാളായിരുന്നു. ഇവിടെ മാത്രം അസുഖങ്ങളുണ്ടായിരുന്നുള്ളൂ. ഇപ്പം എന്തൊക്കെയാണ് കുഴപ്പമുള്ളത്? ഇപ്പോൾ ചേച്ചിക്ക് നെഞ്ചിൻ്റെ പ്രയാസം കൊണ്ട്, പിന്നെ ഇവിടുത്തെ എല്ലൊക്കെ പൊട്ടിയിരിക്കണ പോലെ ശരീരത്തിൽ തൊടിക്കണില്ല, മൊത്തം വേദനയാണ്. ഡോക്ടർമാരെന്താ പറഞ്ഞത്? ഡോക്ടർമാർ കാര്യങ്ങൾ അടി കിട്ടിയതാണോ ഉപദ്രവമാണെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള അതാണെന്ന് മനസ്സിലാക്കി അവർ പറഞ്ഞിട്ടാണല്ലോ അവർ റിപ്പോർട്ട് കൊടുത്തത്. മേലാസകലം ചതഞ്ഞ പാടുകളുണ്ടായിരുന്നു, അതൊക്കെ ഇപ്പം മാഞ്ഞു തുടങ്ങി. ഇത് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്? കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ പോലീസ് പറഞ്ഞത്? പോലീസ് പറഞ്ഞത് വേണ്ട നടപടി നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പം ആൾക്ക് എങ്ങനെയുണ്ട് കണ്ടീഷൻ? ഇപ്പം ഭക്ഷണം കഴിക്കണില്ല, വെള്ളം പോലും കുടിക്കാനായിട്ട് ഇറങ്ങണില്ല, പിന്നെ തുടർച്ചയായിട്ട് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ പൊടിയരി കഞ്ഞിയെ കൊടുത്താൽ 2 സ്പൂൺ ഒരു കണക്കിൽ കഴിക്കും. നെഞ്ചത്ത് കെട്ടണം എന്നാണ് പറഞ്ഞത്. ആൾക്ക് കുടുംബം വിവാഹം കഴിച്ചതാണ്, വൈകാണ് വിവാഹം കഴിച്ചത്. ഭർത്താവ് മരിച്ചു പോയി. ഇപ്പോൾ ഞാനാണ് മോളും ഉള്ളൂ നോക്കാനായിട്ട്. ഇതിൽ പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട്, അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശാന്ത തന്നെയാണ് ഇക്കാര്യങ്ങളൊക്കെ കുടുംബാംഗങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി.